ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഓണവിഭവം 3-ാം ദിവസം നമ്മൾ പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. അതിനായിട്ട് നമ്മൾ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 4 ശർക്കര എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉലുവ, നമുക്ക് വറുത്ത് പൊടിക്കാനുള്ള ഉലുവയാണ് കേട്ടോ. അതുപോലെ തന്നെ കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ കായം, വറ്റൽമുളക്, വേപ്പില, ഇതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കായും നല്ലപോലെ വറുത്തെടുക്കാം. ഇത് നമുക്ക് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് വറുത്തെടുത്ത എണ്ണയിലേക്കാണ് നമ്മൾ പുളിയിഞ്ചി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ മുഴുവനായിട്ട് എടുക്കാതെ കുറച്ച് ഉലുവ അതിൽ വറുത്തിട്ട് ബാക്കി വെക്കണം. ആ ഉലുവയിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഒരു 3 വലിയ പച്ചമുളകും വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. കുറേ അധികം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കടിക്കാൻ മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ചേർക്കുന്നതിനനുസരിച്ച് വേണം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും അളവ് എടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് മുളകും ഇഞ്ചിയൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ നമ്മുടെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂണോ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നല്ല പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി, പഴയ പുളിയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ കറുത്ത പുളിയില്ല, അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത് വെച്ചെങ്കിൽ നമ്മുടെ പുളിയിഞ്ചിയുടെ കളറ് നല്ല കറുത്ത സദ്യയിൽ അതേപോലെ കിട്ടുന്നതാട്ടോ. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ശർക്കരപ്പാനി ഉരുക്കിയതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് താളിക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും വറ്റൽമുളകും വേപ്പിലയും കൂടി പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ പുളിയിഞ്ചി തയ്യാറാണ്. അപ്പോൾ ഇന്ന് എടുക്കുന്നതായിട്ടും ടേസ്റ്റ് എന്ന് പറയുന്നത് അത് ഇങ്ങനെ മൂടി വയ്ക്കാം. താളിച്ചെടുത്ത് മൂടി വെച്ചിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ പുളിയിഞ്ചി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.